ഈ നമ്മൾ ഇപ്പം ഉണ്ടായ വിവാദം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു 10, 20, 22 വർഷങ്ങളായിട്ട് ഈ കുറേ മൃതദേഹങ്ങൾ കയറ്റിവിടുന്നതിന് മുമ്പ് ഇതിലും ചെറിയ ചെറിയ വിവാദങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്താ പ്രാധാന്യം ഒരു വ്ളോഗർ മരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ആ ആ ആ അതും ഉണ്ടായിട്ടുണ്ട്. അതിനും വൈകിട്ട് വരാം. എന്തായിരുന്നു ആ ബ്ലോഗർ അതെന്തായിരുന്നു ആ ഒരു അത് ഇൻസിഡന്റ്? ഇവിടുന്ന് റൂമിൽ നിന്ന് ആത്മഹത്യ ചെയ്തതാ. റിഫാമായിരുന്നു. ആ റിഫാം. അമ്മ ആത്മഹത്യ ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, പോലീസും ഡോക്ടറും എന്ത് ചെയ്യും, മനുഷ്യനല്ലേ വിചാരിച്ചിട്ട് ഞാൻ പേപ്പർ തരും, ചെക്ക് ചെയ്തിട്ട് ആ പേപ്പർ തരാം, നല്ലോണം ചെക്ക് ചെയ്ത് ആ പേപ്പർ തന്ന് ഇവന് വേറൊരുത്തനും കൂടി കുത്തിപ്പൊത്തിച്ച്, എന്നിട്ട് ഇവിടുന്ന് ഈ പെണ്ണിനെ കയറ്റി വിട്ടിട്ട് നാട്ടിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് രണ്ടാമത് അടക്കം ചെയ്ത്. ആദ്യം മറവ് ചെയ്ത് പിന്നെ 4 ദിവസം ഞാൻ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്തോ പ്രശ്നമാക്കി അവരോടെന്തോ പറഞ്ഞു കൊടുത്ത്, കുടുംബക്കാരോട്. പറഞ്ഞു കൊടുത്ത്, ഇവനാ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇത് മാന്തിച്ച് ബ്ലോഗർമാരിലോട് കൂടി മാന്തിച്ച് രണ്ടാമത് മറ ചെയ്ത് പോസ്റ്റ് ഇന്ന് എന്ത് ചെയ്യാൻ. അങ്ങനെ എന്നെ താമരശ്ശേരി DYSP വിളിച്ച് ഞാൻ ചോദിച്ചു, സാറേ ഇതാണ് സംഭവം, എൻ്റെ അറിയുന്ന സംഭവം ഇതാണ്. പിന്നെ പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചാണ്. ഇവർക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിട്ട് ഇവളെ ഭർത്താവിന് മലബാർ ജ്വല്ലറിയാണ് പൈസ കൊടുത്തത്. കൂടെ പോകാൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് 700 റുപ്യയിലായിട്ട് മലബാർ ജ്വല്ലറിക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇവരെ വീടിൻ്റെ അടുത്തുള്ള അൻസാരി എന്ന് പറഞ്ഞ അടുത്തുണ്ടായി. ഓനാണിനൊക്കെ മനക്കെട്ട് പാവം, ഓനും ചീത്തപ്പേരെ. അപ്പോൾ വില വിചാരം എന്താണെന്നോ, ഇതൊന്നും അറിയാണ്ട് കയറ്റി വിട്ടുകൂടാ, എന്താ ഇവനൊക്കെ വിചാരിക്കുന്നത്.